ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇനി ഈ ട്രക്ക് പുഴയിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ബൂം എസ്കലേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തേക്ക് അത് സാധ്യമാകുമെന്നാണോ കരുതേണ്ടത്? വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണോ? നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണോ മുന്നിലുള്ളത്? പ്രദേശത്ത് ശക്തമായ മഴയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നദിയിൽ ഇതിന്റെ ഫലമായി ശക്തമായ കുത്തൊഴിച്ച് ഒഴുക്കിലായ വെള്ളം ലഭിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ഈ 15 അടിയിലധികം ഉള്ളിലാണ് ഈ ട്രക്കിന്റെ സിഗ്നൽ കണ്ടെത്തിയത്. അപ്പോൾ അത്രത്തോളം തന്നെ ഈ മണ്ണ് മാറ്റേണ്ട സാഹചര്യമുണ്ട്. ആ മണ്ണ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ട്രക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അത് വളരെ വേഗത്തിൽ തന്നെ നടത്തുവാൻ കഴിയുമെന്നാണ് ദൗത്യസംഘം പ്രതീക്ഷിക്കുന്നത്. ആ പ്രദേശത്ത് വളരെ വലിയ ചെളിയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതിനാൽ തന്നെ നാം സാധാരണ ഒരു മണ്ണ് മാറ്റുന്ന രീതിയിൽ ആ ചെളി മാറ്റാൻ കഴിയില്ല. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ സമയമെടുത്താണ് ആ പ്രദേശത്ത് നിന്നും ഇത്തരത്തിൽ ഈ മണ്ണ് മാറ്റുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രക്ക് അവിടെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചതിനാൽ തന്നെ ഇന്ന് ഏറെ വൈകിയും ആ പ്രദേശത്ത് ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങളും ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാനാണ് ഈ ദൗത്യ സംഘത്തിന്റെ തീരുമാനം. അതിനാൽ തന്നെ കൂടുതൽ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രദേശത്ത് എത്തിക്കും. അതിനുശേഷമായിരിക്കും രാത്രി നീണ്ടു നിൽക്കുന്ന ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഈ ദൗത്യ സംഘം കടക്കുക. പ്രധാനമായും ആ പ്രദേശത്തെ മണ്ണ് മാറ്റുക, എത്ര രാത്രിയായാലും ആ മണ്ണ് മാറ്റുക എന്നതാണ് ഇവരുടെ പ്രധാന ചുമതല. അതിനുശേഷം മുങ്ങൽ വിദഗ്ധർ ആ ലോറിക്ക് സമീപമെത്തി പരിശോധന നടത്തും. അർജുൻ ഉണ്ടോ എന്ന് പരിശോധന നടത്തും. എന്തായാലും അർജുൻ ആ ലോറിക്കുള്ളിൽ ഉണ്ടെന്ന് ഒരു സ്ഥിരീകരണവുമില്ല. നിലവിൽ ആ ട്രക്ക് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം, ആ പ്രദേശത്ത് സ്ഥിരമായി ഒരു ലോറികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ആ പ്രദേശത്ത് കൂടുതൽ ലോറികൾ ഉണ്ടായിരുന്നോ എന്നത് വ്യക്തമല്ല. ഇനി ഇത് അർജുന്റെ ലോറിയാണെന്ന് സ്ഥിരീകരിക്കുമ്പോഴും അതാണ് മറ്റൊരു സംശയം. കാരണം ഇത് ഒരു ചായക്കടയ്ക്ക് സമീപമാണ്. ആ ചായക്കടയ്ക്ക് സമീപം ചെറിയ പാർക്കിംഗ് ഏരിയയ്ക്ക് സമാനമായ സ്ഥലമുണ്ട്. അത് ഈ ചെറിയ രീതിയിൽ ഈ റോഡ് എടുത്തതിന്റെ ഫലമായി തന്നെ കുറച്ച് സ്ഥലം ഒരു മിച്ചം വന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥലത്താണ് നിരന്തരം ഈ വലിയ യാത്രകൾ കഴിഞ്ഞു വരുന്ന ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ വാഹനം ഒതുക്കി കിടന്നുറങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ തന്നെ നിലവിൽ ആ സ്ഥലത്ത് നിന്നും ഒഴുകിപ്പോയ 2 ട്രക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കണ്ടെയ്നറുകളാണ്. അത് കണ്ടെത്തിയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ആ വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം പശ്ചാത്തലത്തിൽ ആ പ്രദേശത്ത് കൂടുതൽ വാഹനമുണ്ടെങ്കിൽ അതാണോ എന്നും സംശയമുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ പ്രദേശത്ത് നിന്നും വുഡിന്റെ സിഗ്നൽ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ വാഹനത്തിന്റെ ഈ ലോറിക്ക് സമാനമായ വാഹനത്തിന്റെ ഒരു സിഗ്നലാണ് ലഭിച്ചത്. അത് അടിസ്ഥാനമാക്കിയാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. ശ്രീജിത്ത്, സംഭവ സ്ഥലത്ത് തന്നെ എന്തായാലും പരിശോധനകൾ ഇങ്ങനെ നടക്കുകയാണ്. ട്രക്ക് അർജുന്റേത് തന്നെ എന്നുള്ള ഏറെക്കുറെ നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നതും. കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന് ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിലും തിരച്ചിൽ തുടരുന്ന കാഴ്ചകൾ തന്നെയാണോ ശ്രീജിത്തിന് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്? അനുകൂല കാലാവസ്ഥയിലും തിരച്ചിൽ തുടരുകയാണ്. കാരണം അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. ഇന്ന് എത്ര വൈകിയാലും ആ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ പൂർണ്ണമായും മണ്ണ് മാറ്റി ഏതാണ് ആ ട്രക്കെന്ന് സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് സൈനികർ. അതോടൊപ്പം തന്നെ നാവിക സേനാംഗങ്ങൾ, മുങ്ങൽ വിദഗ്ധർ എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം 9 ദിവസമായി വലിയ വിമർശനങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ ഒരു ദൗത്യമായിരുന്നു ഇത്. മണ്ണിടിച്ചിൽ ഉണ്ടായ 3 ദിവസം കഴിഞ്ഞാണ് ഇത്തരം ഒരു പ്രവർത്തനവുമായി ഈ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള ദൗത്യസംഘം മുന്നോട്ട് വന്നത്. പിന്നീട് വലിയ വിമർശനം ഉണ്ടാകുന്നു. കുടുംബങ്ങൾ രംഗത്ത് വരുന്നു. ഭാര്യ ഉൾപ്പെടെയും സഹോദരി ഉൾപ്പെടെയുള്ളവർ ഈ കർണാടക സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് സൈനികർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തി 3 ദിവസമായി പരിശോധന നടത്തുന്നു. പക്ഷേ മനുഷ്യൻ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീടാണ് റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും യന്ത്രങ്ങളും എല്ലാം എത്തിച്ച് ഇവിടെ വലിയ പരിശോധന നടത്തിയത്. പക്ഷേ തുടക്കത്തിൽ കര കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. പക്ഷേ 7 ദിവസം എടുത്ത ആ പ്രദേശത്തെ മണ്ണ് പൂർണ്ണമായി മാറ്റി. എന്നിട്ടും ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ആയിരുന്നു ഈ ലോറിയുടെ GPS സിഗ്നൽ ലഭിച്ചത്. അതിനാൽ തന്നെയാണ് കുടുംബം ആരോപിച്ചത് ആ സ്ഥലത്ത് ഇത്തരത്തിൽ ലോറി ഉണ്ടെന്ന്. പിന്നീട് കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നിലവിൽ ആ പ്രദേശത്ത് പൂർണ്ണമായി തന്നെ മണ്ണ് മാറ്റിയത്. എന്നിട്ടും ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ്. നിലവിൽ ഈ അർജുന്റെ ലോറി എന്ന് കരുതുന്ന ഒരു ട്രക്ക് അവിടെ കണ്ടെത്തിയതായി വിവിധ ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ നിലവിൽ അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ജില്ലാ പോലീസ് മേധാവി എന്നിവരൊക്കെ തന്നെ സന്നിഹിതരാണോ? അതോടൊപ്പം അർജുന്റെ കുടുംബവും അവിടെയുണ്ട്, ഭാര്യ സഹോദരനൊക്കെ അവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നതാണ്. അവരുടെയൊക്കെ പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ? ജിതിൻ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിൽ 3 മണിയോടെ തന്നെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. കാരണം ആ സമയത്തായിരുന്നു ഈ സിഗ്നൽ ലഭിച്ചത്. സിഗ്നൽ ലഭിച്ച പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ജിതിൻ അർജുന്റെ ബന്ധുവായ ജിതിൻ ഉള്ളവരെ അകത്ത് കയറ്റിവിടുകയും അതോടൊപ്പം തന്നെ MLA, നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും അങ്ങോട്ട് കൂടുതലായി കടന്നു പോകുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. മാധ്യമങ്ങൾ അക്കരെയാണ് നിൽക്കുന്നത്. കാരണം ഈ സർച്ചിങ് നടക്കുന്നതിന്റെ വിപരീതമായ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉള്ളത്. കാരണം വലിയ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണ്. നിരന്തരം മഴയും കാറ്റും ഉണ്ടാകുന്നു. ഏത് നിമിഷവും അത്തരത്തിൽ വലിയ കാറ്റ് രൂപപ്പെടുന്നു. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരെയും ആ പ്രദേശത്തേക്ക് എത്തിക്കുന്നില്ല. എന്തായാലും ഈ ശക്തമായ മഴ നിലവിൽ പല സമയങ്ങളിലും ഇടവിട്ട് പെയ്യുന്നുണ്ട്. അത് പിന്നീടായിരിക്കും അതിനുള്ള ബുദ്ധിമുട്ടിനുള്ള സാധ്യത. കാരണം ഇപ്പോൾ മണ്ണ് മാറ്റുകയാണ്. മണ്ണ് മാറ്റിയതിനു ശേഷമായിരിക്കും ഈ 15 അടിയിൽ താഴെയുള്ള ലോറിക്ക് സമീപം മുങ്ങൽ വിദഗ്ധർക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ എത്തിയായിരിക്കും അർജുൻ ആ സ്ഥലത്ത് ആ ലോറിക്കുള്ളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതിനുശേഷമാണ് തുടർ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ 3-ലധികം ആംബുലൻസുകൾ എത്തിച്ചിട്ടുണ്ട്. എന്ത് അടിയന്തര സാഹചര്യത്തിലും അവിടെ നിന്നും 3 പേരെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത്. അർജുൻ, അതോടൊപ്പം തന്നെ ലക്ഷ്മണന്റെ കടയിൽ ജോലിക്കുണ്ടായിരുന്ന 2 ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ കാണാതായിട്ടുണ്ട്. അവരെ കണ്ടെത്തുകയാണെങ്കിൽ അടിയന്തരമായി തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. അതിനുവേണ്ടി നിലവിൽ ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ച് കൃത്യമായി തന്നെ MLA സതീഷിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തിയാണ് നിലവിൽ പ്രവർത്തനം. പക്ഷെ ഇടവിട്ട് പെയ്യുന്ന മഴ ഇത്തരത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ആ മഴയും കാറ്റും ഉള്ള സമയം അവർ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. പക്ഷേ ഇതൊന്നും ഈ മഴയിലും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്താൻ എന്തായാലും നിർത്താൻ സൈനികർ തയ്യാറാകുന്നില്ല. അവർ ശക്തമായി തന്നെയാണ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും 9 ദിവസത്തെ കാത്തിരിപ്പായിരുന്നു ഈ ലോറി എവിടെയെന്ന ചോദ്യവുമായി കുടുംബവും അതോടൊപ്പം തന്നെ ദൗത്യസേനയും ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ അത് അവസാനം കർണാടക സർക്കാരിന് തന്നെ നാണക്കേടാകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ ലോറി 400-ലധികം തടിക്കഷ്ണങ്ങളുമായി എത്തിയ ലോറി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെയാണ് നിലവിൽ 2 ദിവസമായി ശക്തമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുകയും സൈനികരെ ഇവിടെ എത്തിക്കുകയും പിന്നീടുള്ള ഇന്ന് ഉൾപ്പെടെ വലിയ യന്ത്രങ്ങൾ എത്തിച്ചിരുന്നു, ബൂം ലിങ്ക് എത്തിച്ചിരുന്നു. അതിന്റെ വരവാണ് ഇന്ന് വളരെ വേഗത്തിൽ ആ മണ്ണ് മാറ്റാൻ കഴിഞ്ഞത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ വേഗത്തിലാണ് ആ മണ്ണുമാറ്റൽ പ്രക്രിയ നടക്കുന്നത്. കാരണം വളരെ ഈ JCB ഉൾപ്പെടെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് നദിക്ക് സമീപ തീരത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. അത്തരത്തിൽ കടന്നു പോവുകയാണെങ്കിൽ അവിടെ ശ്രീജിത്ത്, എന്തായാലും ഇപ്പോൾ നദിയിൽ നാവികസേന മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സംവിധാനവും തിരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ ബൂം എസ്കലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രക്ക് എത്രയും വേഗം കരയിലേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ അവർ കടക്കുന്നത്. നമുക്ക് അറിയാം, വൈകുന്നേരം ആയി കഴിഞ്ഞു. ഇനി തുടർന്ന് സന്ധ്യയോടടുക്കുമ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ്. ഇരുട്ട് വീഴാനുള്ള സാധ്യത നേരത്തെ തന്നെ ഉണ്ടാകും. ഇരുട്ടിനെയൊക്കെ അവഗണിച്ച് അവർ ഇന്നു തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു പുരോഗതി കൊണ്ടുവരും, പുരോഗമനത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാമോ? തീർച്ചയായും അത്തരത്തിലാണ് കാർവാർ MLA സതീഷിന്റെ പ്രതികരണം ഉണ്ടായത്. ഇന്ന് രാത്രി വൈകിയായാലും ഈ പ്രദേശത്തെ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രകാശം എത്തിച്ച് ആ പ്രദേശത്ത് നിന്നും കൂടുതൽ പരിശോധന നടത്തി ആ ട്രക്ക് പുറത്തെടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം അല്പം സമയം മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലാണെങ്കിൽ ഇന്ന് രാത്രി ഏറെ വൈകിയും പ്രവർത്തനവുമായി രക്ഷാദൗത്യം മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കൂടുതൽ വാഹനങ്ങളെല്ലാം ഇവിടത്തേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ആ വേഗത്തിൽ മാറ്റുന്ന മണ്ണ് ലോറിയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ കൂടുതൽ ലോറികളെല്ലാം ഈ പ്രദേശത്തേക്ക് എത്തിക്കുകയാണ്. കാരണം ഇത് കർണാടക സർക്കാരിന് തന്നെ ഈ ഒരു നാണക്കേടുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ച. അതിനാൽ തന്നെയാണ് അവർ ഇപ്പോൾ
വളരെ വേഗത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓരോ നിമിഷത്തിനും വില നൽകി അവർ ഈ അർജുനെയും അതോടൊപ്പം തന്നെ മറ്റു രണ്ടുപേരെയും കണ്ടെത്താനുള്ള വലിയ ശ്രമം നടത്തുന്നത്. നിലവിൽ ഈ ലക്ഷ്മണൻ ഈ കുന്നിന് സമീപമാണ് റോഡുള്ളത്. ആ റോഡിന് സമീപമാണ് എതിർവശമാണ് ലക്ഷ്മണന്റെ കടയുള്ളത്. ആ ലക്ഷ്മണന്റെ കടയോട് ചേർന്ന് ചെറിയ കൃഷിയിടമുണ്ട്. ആ കൃഷിയിടത്തിന് സമീപത്ത് നിന്നാണ് നിലവിൽ ലോറിയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അത് തീരത്തോട് ചേർന്ന പ്രദേശമാണ്. ആ തീരത്തോട് ചേർന്ന പ്രദേശത്ത് സിഗ്നൽ ലഭിച്ച പശ്ചാത്തലത്തിലാണ് കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് അവിടെ നിന്നും മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ. ശരി ശ്രീജിത്ത്, ഞാൻ ശ്രീജിത്തിലേക്ക് എത്താം.